എല്ലാവരും ചെറിയ ഉറക്കത്തിൻ്റെ ആലസ്യത്തിലാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. First of all, I would like to thank my management for giving me this opportunity to stand and share something about this topic in front of all the renowned dignitaries and all my dear team, DAMSure members and all applicators. നമുക്ക് ഈ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ നിലവിൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളുകളായതുകൊണ്ട് നമുക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് കോൺക്രീറ്റ് ഡീറ്റീരിയോറേഷൻ ആൻഡ് പ്രിവെൻറ്റീവ് മെഷേഴ്സ്. നമുക്ക് ആ പേര് ഇറ്റ്സെൽഫ് തന്നെ നമുക്ക് മനസ്സിലാവും. കോൺക്രീറ്റ് ഡീറ്റീരിയോറേഷൻ അതായത് കോൺക്രീറ്റിൻ്റെ ബലക്ഷയം. നമുക്ക് ആ ബലക്ഷയം എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ഡെയിലി നമ്മൾ കാണുന്ന ഓരോ കാര്യങ്ങൾ, അതായത് ലീക്ക്, ക്രാക്ക്, കോൺക്രീറ്റ് സ്പാൽ ചെയ്ത് വരുന്നത്, അതുപോലെ തന്നെ പെയിൻറ്റ് പീൽ ഓഫ് ചെയ്യുന്നത്, ഇതെല്ലാം ഇതിൻ്റെ പിക്ചേഴ്സ് എല്ലാം നിങ്ങളുടെ മൈൻഡിലൂടെ പാസ് ചെയ്യുന്നതാണ്. നമുക്ക് കോൺക്രീറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അതായത് ഇതൊരു ഹെട്രോജീനിയസ് മിക്സ്ചറാണ്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് സിമെൻറ്റ്, സാൻഡ്, ഗ്രേവൽ ആൻഡ് വാട്ടർ. അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ കോൺക്രീറ്റിന് ബലക്ഷയം വരുന്നതെന്നുള്ളത് ഒരുപാട് റീസൺസ് ഉണ്ട് അത് ബലക്ഷയം സംഭവിക്കാനുള്ളത്. ഇതൊരു വാസ്റ്റ് ടോപ്പിക്കാണ്. പക്ഷെ നമുക്ക് നിലവിൽ കാതലായിട്ടുള്ള 2-3 കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വാട്ടർ ഇൻഫിൽട്രേഷൻ. വാട്ടർ ഇൻഫിൽട്രേഷൻ അതായത് വാട്ടറിൻ്റെ നുഴഞ്ഞു കയറ്റം. നമുക്കറിയാം കോൺക്രീറ്റ് നിലവിൽ പോറസ് ആയിട്ടുള്ള ഒരു സോളിഡ് മെറ്റീരിയലാണ്. അതിൻ്റെ അകത്ത് വോയിഡ്സ് ഉണ്ടാകും. അതിലേക്ക് വാട്ടർ ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ട് നിലവിൽ കുറച്ച് നാളുകൾ അതിൻ്റെ അകത്ത് വാട്ടർ എൻട്രാപ്പ് ചെയ്ത് കിടക്കുമ്പോഴത്തേക്കും സ്റ്റീലിന് കൊറോഷൻ സംഭവിക്കും. അങ്ങനെ കാലക്രമേണ ഈ സ്റ്റീൽ കൊറോഷൻ കാരണം നമ്മുടെ കോൺക്രീറ്റ് സ്പാൽ ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് നമുക്ക് അടുത്തത് കൊറോഷൻ ഓഫ് റീൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. കാലക്രമേണ കോൺക്രീറ്റ് പൊടിഞ്ഞു വരുന്നതായിട്ടും സ്റ്റീല് പുറത്തേക്ക് എക്സ്പോസ് ചെയ്ത് കിടക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഓൾറെഡി നമ്മൾ നിവിൻ സാറ് കാണിച്ചിരുന്ന ആ പിക്ചറിലുള്ളതുപോലെ തന്നെ. അടുത്തത് നമ്മൾ കെമിക്കൽ അറ്റാക്കാണ്. നമ്മൾ കെമിക്കൽ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൾഫേറ്റ്, ക്ലോറൈഡ്സ്, അതുപോലുള്ള ആൽക്കലി, ആസിഡ്, അതുപോലുള്ള റിയാക്ഷൻസ് കാരണം കോൺക്രീറ്റിലുള്ള കെമിക്കൽ അറ്റാക്ക് കാരണം നമുക്ക് കോൺക്രീറ്റിൻ്റെ സ്ട്രക്ചർ വീക്കൻ ചെയ്യുന്നതാണ് കാലക്രമേണ. അടുത്ത ഫ്രീസ് തോ സൈക്കിള്. ഇപ്പം ഇൻഫിൽട്രേഷൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ അകത്തേക്ക് വെള്ളം കയറി കഴിയുമ്പോഴത്തേക്കും ഒരു 0 ഡിഗ്രി ടെമ്പറേച്ചറിൽ, അതായത് 0 ഡിഗ്രി ആയി കഴിയുന്ന സമയത്ത് അതൊരു ഐസ് ഫോം ചെയ്യും. ആ വോയിഡ്സ് അത് ഫില്ല് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കോൺക്രീറ്റിൽ ഒബ്വിയസ്ലി ക്രാക്ക് ഉണ്ടാകും. ആ ക്രാക്ക് ഡെവലപ്പ് ചെയ്തിട്ട് പിന്നെ അപ്പോൾ കോൺക്രീറ്റിൽ ക്രാക്ക് വന്നു കഴിയും. പിന്നീട് ആ ഐസ് ഫോം ചെയ്യുന്നത് ടെമ്പറേച്ചർ കൂടി കഴിയുമ്പോൾ ഉരുകി വരും. ഉരുകി വന്ന് കഴിയുമ്പോഴത്തേക്കും അതിൽ കൂടെ വെള്ളം ഇൻഫിൽട്രേറ്റ് ചെയ്ത് അങ്ങനെ ആ സൈക്കിള് റിപ്പീറ്റ് ചെയ്യും. അതെല്ലാം സർഫസ് കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് കോൺക്രീറ്റ് ഡീറ്റീരിയോറേറ്റ് ചെയ്യുന്നതാണ്. അടുത്തത് എബ്രേഷൻ. എബ്രേഷൻ നമ്മളെല്ലാവരും കാണാവുന്നതാണ്. വലിയ ഹൈ റൈസ് ബിൽഡിങ്സിലൊക്കെ നമ്മുടെ മെഷീനറി മൂവ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ലോഡ് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കോൺക്രീറ്റ് ഫ്ലോറിന് ചെറിയൊരു എബ്രേഷൻ, അതായത് അതിൻ്റെ മുകൾ സർഫസിൽ തേയ്മാനം സംഭവിക്കും. ആ തേയ്മാനം സംഭവിച്ച് കാലക്രമേണ അത് കോൺക്രീറ്റ് ഡീറ്റീരിയോറേഷന് ഉണ്ടാകാൻ ചാൻസ് കൊടുക്കും. നമുക്ക് മെയിൻലി ഇതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സിലോട്ട് പോകാം. ഇതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം പ്രോപ്പർ കോൺക്രീറ്റ് മിക്സ് ഡിസൈനാണ്. നമ്മൾ ഓരോ കൺസ്ട്രക്ഷൻ സൈറ്റിലും അതിൻ്റെ കണ്ടീഷൻ അനുസരിച്ചുള്ള പ്രോപ്പറായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് മിക്സ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ കോൺക്രീറ്റ് ഡീറ്റീരിയോറേഷൻ മാറ്റാനായിട്ട് സഹായിക്കും. അടുത്ത പ്രോപ്പർ ക്യൂറിംഗ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കോൺക്രീറ്റിൻ്റെ സ്ട്രക്ചർ നമ്മൾ പ്രോപ്പറായിട്ട് ക്യൂർ ചെയ്യണം. അത് നിശ്ചിത ടെമ്പറേച്ചറിൽ ഓരോ സ്ട്രക്ചറിനും എത്ര ഡേയ്സ് ഓഫ് ക്യൂറിംഗ് പീരീഡ് ഉണ്ടാകും. ആ കറക്റ്റ് ക്യൂറിംഗ് പീരീഡിൽ നമ്മൾ പ്രോപ്പറായിട്ട് ക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കിതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കും. നമ്മൾ യൂസ് ഓഫ് പ്രൊട്ടക്റ്റീവ് കോട്ടിങ്സ്. ഇപ്പോൾ പ്രൊട്ടക്റ്റീവ് കോട്ടിങ്സ് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. വാട്ടർ പ്രൂഫിംഗ് കോട്ടിങ്സ് നമ്മുടെ ഡാംഷോറിനെ സംബന്ധിച്ചാണെങ്കിലും നമുക്ക് ബേസ്മെൻറ്റ് മുതലുള്ള പ്രൊട്ടക്റ്റീവ് കോട്ടിങ്സ് നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ സ്ട്രക്ചറിലും ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് പ്രൊട്ടക്റ്റീവ് കോട്ടിങ്സ് കൊടുക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് മാക്സിമം ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബിൽഡിങ്ങിനെ നമ്മൾ റെഗുലർ മെയിൻ്റനൻസ് ചെയ്തിരിക്കണം. നമ്മളിപ്പോൾ നമ്മുടെ ഹെൽത്ത് എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബിൽഡിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് സേഫ്റ്റി മെഷേഴ്സ് എടുക്കുക, റെഗുലർ മെയിൻ്റനൻസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതോടുകൂടിയിട്ട് നമുക്ക് കോൺക്രീറ്റ് ഡീറ്റീരിയോറേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കും. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ലൈഫ് സ്പാൻ തന്നെ കൂട്ടാനായിട്ട് സഹായിക്കും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും നേരം അക്ഷമരായിട്ട് കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.